തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിന് ഒരു അത്ഭുത കഥയുണ്ട്. കേൾക്കണോ? ഒരു ബ്രാഹ്മണനും ഭാര്യയും ഉണ്ടായിരുന്നു. അവർക്ക് ജനിച്ച 9 കുട്ടികളും മരിക്കുകയുണ്ടായി. ശേഷം ബ്രാഹ്മണന്റെ ഭാര്യ വീണ്ടും ഗർഭം ധരിച്ചു. ഈ പിറക്കാൻ പോകുന്ന കുട്ടിയെങ്കിലും വളർത്തണം എന്ന് ബ്രാഹ്മണൻ ആഗ്രഹിച്ചു. അതിനാൽ ബ്രാഹ്മണൻ ദ്വാരകയിലെത്തി കൃഷ്ണനെ കണ്ടു തന്റെ സങ്കടമറിയിച്ചു. അവിടെ ഉണ്ടായിരുന്ന അർജുനൻ കുട്ടിയെ രക്ഷിക്കാമെന്ന് വാക്കുകൊടുത്തു. പ്രസവ സമയത്ത് അർജുനൻ ശരകുടം തീർത്തു. കാവൽ നിന്നിട്ട് കുട്ടിയെ രക്ഷിക്കാനായില്ല. വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെന്ന് കരുതി അർജുനൻ അഗ്നിയിലേക്ക് ചാടാൻ തന്നെ തയ്യാറായി. കൃഷ്ണൻ അർജുനനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അതിനുശേഷം 2 പേരും കുട്ടിയെ തേടിയിറങ്ങി. എന്നാൽ അവർ കണ്ടത് ബ്രാഹ്മണന്റെ 10 കുട്ടികളും മഹാവിഷ്ണുവിന്റെ അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. മഹാവിഷ്ണു 10 കുട്ടികളെയും പൂജിക്കാൻ ഒരു വിഗ്രഹവും അർജുനനെ ഏൽപ്പിച്ചു. അർജുനൻ 10 കുട്ടികളെ ബ്രാഹ്മണനെ ഏൽപ്പിച്ച് ആ വിഗ്രഹം തൃപ്പൂണിത്തുറയിൽ പ്രതിഷ്ഠിച്ചു. അതാണ് ഇന്നത്തെ പൂർണ്ണത്രയീശന്റെ ക്ഷേത്രം. പിന്നീട് എല്ലാവരും ചേർന്ന് ഭക്തിയോടെ ഉത്സവങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങി. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൃശ്ചികോത്സവം. വൃശ്ചിക മാസത്തിൽ നവംബർ ഡിസംബർ കാലത്ത് 8 ദിവസം നീളുന്ന മഹോത്സവം.